പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മനോഭാവം ഉയർന്ന വിജയശതമാനം എന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സൂചകമായി തെറ്റിദ്ധരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ മാധ്യമ വാർത്തകളൊക്കെ അതിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് പക്ഷേ പലപ്പോഴും നമ്മളെ ക്വാളിറ്റിയെ പിറകോട്ട് വലിക്കുകയാണ് എന്ന ചർച്ച പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പരിഷ്കരണം തന്നെ അതിൻ്റെ ഭാഗമായി വന്ന ചർച്ചയാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം, ഡൽഹി സർവകലാശാല അവിടേക്ക് അഡ്മിഷന് വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ 10% മാർക്ക് കുറച്ച് മാത്രം പരിഗണിക്കുകയുള്ളൂ അഡ്മിഷന് എന്ന് പറയുകയും അത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ മാർക്ക് നൽകുന്നു, അത് നമ്മുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ് A+കളുടെ അതിപ്രസരവും. അത് ഡിബേറ്റബിളാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ അത്രയും മികച്ച വിദ്യാർത്ഥികളാണ്, അവർ അർഹതപ്പെട്ട A+കൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നൊരു വാദം ഒരു വശത്ത് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വെക്കാം. എന്നാൽ അതേസമയം മറ്റു ബോർഡുകൾ നടത്തുന്ന CBSE ഉൾപ്പെടെയുള്ള സെൻട്രൽ ബോർഡുകളും മറ്റ് സംസ്ഥാനങ്ങളുടെ ബോർഡുകളും നടത്തുന്ന പരീക്ഷയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വലിയ അന്തരം ഉണ്ട്. യഥാർത്ഥത്തിൽ ഇത് A+കളുടെ ആധിക്യം എന്നത് നമ്മുടെ വാല്യുവേഷനിലെ ഒരു ലിബറൽ സമീപനം മൂലമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിജയശതമാനം കൂടിയാൽ അല്ലെങ്കിൽ A+കളുടെ എണ്ണം കൂടിയാൽ ഇവിടെ മികച്ച വിദ്യാഭ്യാസമാണ് എന്ന സമൂഹത്തിലുള്ളൊരു ധാരണ വെച്ചുകൊണ്ട് സർക്കാരുകൾ അത്തരമൊരു സമീപനത്തിലേക്ക് പോകുന്നതുകൊണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ എന്താണ് ഈ A+കളുടെ ഒരു അതിപ്രസരം കാണിക്കുന്നത്? A+കളുടെ അതിപ്രസരം ഏതായാലും എല്ലാ സൊസൈറ്റിയിലും ഒരു 20-25% വരെ ഹൈലി ബ്രില്യൻ്റായ കുട്ടികളുണ്ടാവും എന്നൊക്കെയുള്ള ചില പഠനങ്ങളുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ പോലും സ്റ്റേറ്റ് തലത്തിൽ 16% കുട്ടികൾക്കാണ് A+ ലഭിച്ചത്. 16% കുട്ടികൾ ഹൈലി ബ്രില്യൻ്റായ കുട്ടികൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവില്ലേ? അതൊരു ഒരു സാധ്യതയുള്ള സാധനമാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ A+ൻ്റെ വാരിക്കോരി മാർക്ക് കൊടുക്കാനുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഗ്രേസ് മാർക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഗ്രേസ് മാർക്ക് പലപ്പോഴും ചില വിഷയങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിൽ സ്കൗട്ട് ആവാം, ഗൈഡ്സ് ആവാം, NCC ആവാം, SPC ആവാം, അതല്ലെങ്കിൽ കലോത്സവങ്ങളിലാവാം, സ്പോർട്സിലാവാം, ഇത്തരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർ തീർച്ചയായിട്ടും അവരുടെ അത്തരത്തിലുള്ള കഴിവുകളെ അംഗീകരിക്കേണ്ടതാണ്, അവർക്ക് അതിനുള്ള ആനുകൂല്യം നൽകേണ്ടതാണ്. പക്ഷെ അത് പരീക്ഷയുടെ മാർക്കിൻ്റെ കൂടെ ചേർക്കുമ്പോൾ, ഇപ്പോൾ ഏത് വിഷയത്തിനാണോ മാർക്ക് കുറവ് ആ വിഷയത്തിൻ്റെ കൂടെ ഇത്ര ഗ്രേസ് മാർക്ക് കൂടെ ചേർക്കുമ്പോൾ അതൊരു A+ എണ്ണത്തിന് എണ്ണം കൂടാൻ ഇടയാക്കുന്നുണ്ട്. ഗ്രേസ് മാർക്ക് ഒഴിവാക്കി, പക്ഷേ ഗ്രേസ് മാർക്ക് അവരുടെ ഹയർ സ്റ്റഡീസിന് ഇപ്പം +1 അഡ്മിഷനോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഉള്ള അഡ്മിഷനോ ഇതിൻ്റെ ആനുകൂല്യം നൽകിയിട്ട് കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിൽ ചേർക്കുന്നതിന് പകരമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു.